അങ്ങനെ നമ്മുടെ രാജ്യം 77-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യമെങ്ങും ഗംഭീരമായ പരിപാടികളാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായും തലസ്ഥാന നഗരിയിൽ കർത്തവ്യപഥിൽ നടക്കാൻ പോകുന്ന പരേഡിലേക്ക് തന്നെയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതാണ് മുഖ്യ പ്രമേയമായി ഇത്തവണ ആഘോഷത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പരേഡിൽ അണിനിരക്കാൻ കേരളത്തിൻ്റെ ടാബ്ലോയും ഉണ്ട് എന്നതുകൂടി പ്രത്യേകതയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, അവിസ്മരണീയമായ കാഴ്ച സമ്മാനിക്കാൻ കർത്തവ്യപഥ് തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഔദ്യോഗികമായ തുടക്കം ആരംഭിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി അദ്ദേഹം ഈ വീരസൈനികർക്ക് ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടുകൂടിയാണ്, പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ ഔദ്യോഗികമായി 77-ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അവിടെ പ്രധാനമന്ത്രിക്ക് ട്രൈ സർവീസസ് ഗാർഡ് നൽകുന്നതായിരിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സല്യൂട്ടിംഗ് ബേസിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇന്ത്യ ഗേറ്റിന് സമീപത്തുള്ള ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങിൻ്റെ ആദ്യ പരിപാടി, അല്ലെങ്കിൽ ഔപചാരികമായി തുടക്കം കുറിക്കുന്നത്. അവിടെ ഈ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്നിവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി RK സിംഗും ഇപ്പോൾ ഈ ദേശീയ യുദ്ധ സ്മാരകത്തിന് സമീപത്ത് എത്തിയിട്ടുണ്ട്. അവിടെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തുന്നതായിരിക്കും. കാരണം വാഹനവ്യൂഹം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ ഈ വാഹനവ്യൂഹം ഇവിടെ ഈ ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. പ്രധാനമന്ത്രി ഈ യുദ്ധ സ്മാരകത്തിൽ ഈ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷം മടങ്ങിയതിന് ശേഷമാണ് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി തിരിക്കുന്നത്. 2023 മുതൽ പ്രസിഡന്റിന്റെ ബഗിയിലാണ് ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ സല്യൂട്ടിംഗ് ബേസിലേക്ക്, കർത്തവ്യപഥിലെ സല്യൂട്ടിംഗ് ബേസിലേക്ക് എത്തുന്നത്. ഇത്തവണ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായ ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെ ലെയ്ൻ എന്നിവരാണ് ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലെ വിശിഷ്ട അതിഥികൾ. രാഷ്ട്രപതിക്കൊപ്പം ദൃശ്യങ്ങളിലേക്ക് പോകാം. പ്രധാനമന്ത്രി യുദ്ധ സ്മാരകത്തിലേക്ക് എത്തുകയാണ്. രാജ്നാഥ് സിംഗും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം സൈനിക മേധാവികൾ. अधिकारियों के द्वारा रक्षा मंत्री श्री राजनाथ सिंह के साथ माननीय प्रधानमंत्री श्री नरेंद्र मोदी राष्ट्रीय समर स्मारक की ओर प्रस्थान कर रहे हैं.
2 मिनट की मौन क्षण। मान का, सम्मान का, श्रद्धा का बार बार नमन। मन के भाव भावनाओं के बादल से बन जाते हैं। देश के हर पर्व पर, हर गर्व पर ये वीर शहीद सदा याद आते हैं। राष्ट्रीय समर स्मारक पर माननीय प्रधानमंत्री द्वारा अमर शहीदों को श्रद्धांजलि अर्पित की गई। भावुक कर देने वाला गौरवपूर्ण पल। याद बहुत आते हैं वो, हमेशा याद रहेगा उन वीरों का बलिदान। कैसे शब्दों में बांधें त्याग तुम्हारा, कैसे भावों के समंदर को समेटें हम, जब देखते हैं नाम तुम्हारा। രാജ്യത്തിന് വേണ്ടി मुझसे परिचित न थे, വീരചരമം मैं भी പ്രാപിച്ച तुमसे मिला न था। ധീര ജവാന്മാരുടെ ജീവൻ സ്മാരകത്തിന് ദിയ മുന്നിൽ മേരെ ലിയേ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് रहूं मैं सुरक्षित हरदम പ്രധാനമന്ത്രി और നരേന്ദ്രമോദിയും मेरे പ്രതിരോധ മന്ത്രി जैसे രാജ്നാഥ് സിംഗും മറ്റു സൈനിക ഉദ്യോഗസ്ഥരും സുരക്ഷിത് ഇനി ये देश റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരേഡിന്റെ വേദിയിലേക്ക് കർത്തവ്യപഥിലേക്ക് എത്തുകയാണ്. हमारी मातृभूमि എല്ലാ एक है, റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലും हमारा कर्म उत्कृष्ट है, രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് श्रेष्ठ है। 24 മണിക്കൂറും നമ്മുടെ രാജ്യാതിർത്തികൾ സുരക്ഷിതമായി കാത്തു വയ്ക്കുന്ന നമ്മുടെ ധീര ജവാന്മാർ, ആ മഹത്തായ കൃത്യത്തിനിടയിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ധീര ജവാന്മാർ, അവർക്കുള്ള ആദരവാണ്, അവരെ അനുസ്മരിക്കലാണ് യുദ്ധസ്മാരകത്തിൽ നമ്മളിപ്പോൾ കണ്ടത്. 2 മിനിറ്റിലെ മൗന പ്രാർത്ഥന, സല്യൂട്ട് തുടങ്ങിയവയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ കർത്തവ്യപഥിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും ഈ റിപ്പബ്ലിക് ദിനത്തിന് ഇനിയുമേറെ പ്രത്യേകതകളുണ്ട്. അതാ പ്രധാനമന്ത്രി Moments like today relive, recount and recognize the past and its contribution. ബാലഗോപാൽ തുടർന്ന് ബാലഗോപാൽ യുദ്ധസ്മാരകത്തിൽ വരികൾ കുറിക്കുകയാണ് പ്രധാനമന്ത്രി. Of recognizing and celebrating our heroes. ദിവിഷെ, തീർച്ചയായും യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി ഈ റിപ്പബ്ലിക് ദിനത്തിലെ തൻ്റെ സന്ദേശം ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ദേശീയ യുദ്ധസ്മാരകത്തിൽ ഈ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷമാണ്, ഈ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ അവിടെയുള്ള ഡിജിറ്റൽ ഡയറിയിൽ തൻ്റെ സന്ദേശം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രിക്ക് നേരത്തെ ഈ യുദ്ധസ്മാരകത്തിൽ ട്രൈ സർവീസസ് ഗാർഡ് നൽകിയിരുന്നു. ഇത്തവണ ട്രൈ സർവീസസ് ഗാർഡിന് നേതൃത്വം നൽകിയിരുന്നത് വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡർ ഹേമന്ത് സിംഗ് കന്യാലായിരുന്നു. ഈ ട്രൈ സർവീസസ് എന്ന് പറയുമ്പോൾ ഓരോ സർവീസിൽ നിന്നുള്ള 7 വീതം പേര് ഉൾക്കൊള്ളുന്ന അങ്ങനെ 21 പേരുടെ ട്രൈ സർവീസസ് ഗാർഡാണ് പ്രധാനമന്ത്രിക്ക് യുദ്ധസ്മാരകത്തിൽ നൽകിയിരുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം രേഖപ്പെടുത്തിയതിന് ശേഷം 77ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദേശം ഈ ദേശീയ യുദ്ധസ്മാരകത്തിലെ ഡിജിറ്റൽ ഡയറിയിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ഈ സേനാ മേധാവികളെ അഭിവാദ്യം ചെയ്തതിന് പിന്നാലെ കർത്തവ്യപഥിലേക്ക് തിരിക്കുകയാണ് പ്രധാനമന്ത്രി. കർത്തവ്യപഥിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. ഈ പ്രധാനമന്ത്രി ഈ യുദ്ധസ്മാരകത്തിൽ നിന്ന് യാത്ര തിരിച്ചാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള രാഷ്ട്രപതിയുടെ ഈ കർത്തവ്യപഥിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതായിരിക്കും. അതാണ് ഈ പരമ്പരാഗതമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങ്. രാഷ്ട്രപതിക്കൊപ്പം ഈ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളും രാഷ്ട്രപതിക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത്. രാഷ്ട്രപതിയുടെ പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് അവരെ ഈ തുടർന്ന് ഈ രാഷ്ട്രപതി ഈ സല്യൂട്ട് സ്വീകരിക്കുന്ന ഈ ബേസിൽ എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ രാഷ്ട്രപതിയെയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെയും സ്വീകരിക്കുന്നതിനായി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയും ദേശീയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി RK സിംഗും ഉൾപ്പെടെയുള്ള RK സിംഗും വിവിധ സേനാ മേധാവികളും ഈ കർത്തവ്യപഥിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്ക് 77ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 1.5 മണിക്കൂറാണ് ഈ പരേഡ് നീണ്ടു നിൽക്കുന്നത്. 90 മിനിറ്റ്, അതായത് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ പരേഡാണ് ഇത്തവണ ഉള്ളത്. പരമ്പരാഗതമായി 1.5 മണിക്കൂറാണ് നമ്മൾ
ഈ പരേഡിനായി നീക്കി വെച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ മാതരമാണ്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേ മാതരമാണ് ഇത്തവണത്തെ പ്രധാന തീമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വികസന കുതിപ്പിൽ ഏറ്റവും നിർണായകമായ ആത്മനിർഭർ ഭാരതും ഇത്തവണത്തെ തീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഈ ആത്മനിർഭർ ഭാരതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീമിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ നടപടി ഈ തങ്ങളുടെ നിശ്ചല ഫ്ലോട്ടുകളും മറ്റും തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാഷ്ട്രപതിക്ക് ഒപ്പം അവരുടെ മിലിറ്ററി സെക്രട്ടറി മേജർ ജനറൽ ഭൂദേവ് പാർഡിയ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അർപ്പിത് കാല, ADC-മാർ എന്നിവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. രാഷ്ട്രപതിക്കൊപ്പം തന്നെ ഈ ഇത്തവണത്തെ ചടങ്ങിലെ അതിഥികൾ, അതായത് ഇത്തവണത്തെ ഈ റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ അതിഥികളായ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റോ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവരും ഉണ്ട്. ഇവർക്ക് ഈ വിശിഷ്ട വ്യക്തികൾക്കും രാഷ്ട്രപതിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ രാഷ്ട്രപതി ഭവനിൽ ഈ പ്രസിഡന്റ്സ് ബോഡി ഗാർഡിന്റെ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതായിരിക്കും. ആ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷമാണ് കർത്തവ്യ പഥിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്.